കേരളത്തിന്റെ സമസ്ത മേഖലകളിലും മാറ്റത്തിന്റെ കാറ്റുവീശുകയാണ് കിഫ്ബിയിലൂടെ. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിലൂടെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് പറയുകയാണ് മന്ത്രി പി രാജീവ്. രാജ്യത്തിന് തന്നെ മാതൃകയായി കുതിക്കുന്ന വികസന വേഗത്തിന്റെ പേരാണ് കേരളം. ആ വേഗത്തിന് ടോപ്പ് ഗിയർ ഇട്ടുകൊടുത്തത് ഇടത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കിഫ്ബിയും. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ വ്യാവസായിക മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്ന ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ വരെ കേരളത്തിന്റെ സമസ്ത മേഖലയിലും വികസന കുതിപ്പിന്റെ പുതുകാലം പടുത്തുയർത്തുകയാണ് കിഫ്ബി. 140 മണ്ഡലങ്ങളിലും പടർന്നു പന്തലിച്ചു കിടക്കുന്ന വികസനം പ്രകടമാണ്. കിഫ്ബിയുടെ കൈത്താങ്ങുകൊണ്ട് മികച്ച പദ്ധതികൾ കെട്ടിപ്പടുത്തതിന്റെ കഥകൾ ഏറെ പറയാനുണ്ട്. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിനും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലം, ദിനേന വളർന്നുകൊണ്ടിരിക്കുന്ന IT ഹബ്, ഇൻഫോ പാർക്ക്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളാൽ സമ്പന്നമാണ് കളമശ്ശേരി നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഭരണകർത്താക്കളുടെ വലിയ ശ്രദ്ധ എപ്പോഴും പതിയേണ്ട മണ്ഡലം. ഇൻഫോ പാർക്ക് അടക്കമുള്ള വമ്പൻ പദ്ധതികൾ ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനം പരിമിതമായിരുന്ന മണ്ഡലത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ വരവോടെ വലിയ മാറ്റമാണ് പ്രകടമായത്. കിഫ്ബി കൂടി രംഗപ്രവേശം ചെയ്തതോടെ ആ മാറ്റത്തിന്റെ വേഗത കൂടി. എടുത്തു പറയേണ്ടത് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററാണ്. മധ്യ കേരളത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സർക്കാർ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന്റെ ആവശ്യം ഏറെ വലുതായിരുന്നു. അത്യാധുനിക പരിശോധനാ സംവിധാനങ്ങളോട് കൂടിയ CCRC ഒരുങ്ങുന്നത് 6.4 ലക്ഷം ചതുരശ്ര അടിയിൽ. 360 ബെഡുകൾ, അത്യാഹിത വിഭാഗം, പാലിയേറ്റീവ് കെയർ എന്നിവിടങ്ങളിലെ 2 ഓപ്പറേഷൻ തിയേറ്ററും ഉൾപ്പെടെ 12 ഓപ്പറേഷൻ തിയേറ്ററുകൾ. ഭാവിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുന്നതിന് അടക്കം സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിക്കുന്ന സംവിധാനങ്ങൾ. കേരളത്തിൽ ആദ്യമായി പ്രോട്ടോൺ തെറാപ്പി എന്ന നൂതന സംവിധാനത്തോടു കൂടിയുള്ള സംവിധാനം മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾക്ക് പ്രധാനമായിട്ടും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇന്ന് കിഫ്ബി. കളമശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ച് മാത്രമല്ല, മധ്യ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു കൊച്ചി ക്യാൻസർ സെൻറ്റർ. കേവലം ഒരു ക്യാൻസർ സെൻറ്റർ എന്നതിനപ്പുറത്തേക്ക് ഒരു ഗവേഷണ കേന്ദ്രം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇങ്ങനെ ഒന്ന് എന്ന ആവശ്യം നേരത്തെ ജസ്റ്റിസ് VR കൃഷ്ണയ്യരൊക്കെ ഉള്ള സന്ദർഭത്തിൽ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളെല്ലാവരും ചേർന്ന് മുന്നോട്ട് വെച്ചത്. UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തിയെന്നല്ലാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിരുന്നില്ല. പിന്നീട് 2016 വന്ന ഗവൺമെൻറ്റിൻ്റെ സന്ദർഭത്തിലാണ് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ക്യാൻസർ സെൻറ്റർ ആ പദ്ധതി അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഏകദേശം ഉദ്ഘാടനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാർഷികത്തിൻ്റെ ഭാഗമായി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ക്യാൻസർ സെൻ്ററായി കൊച്ചി ക്യാൻസർ സെൻ്റർ മാറും. പൊതുജനാരോഗ്യ രംഗത്ത് വൻ കുതിപ്പിന് കാരണമായ കിഫ്ബിയുടെ വരവിൽ പ്രയോജനം ലഭിച്ച ആശുപത്രികളുടെ കൂട്ടത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജുമുണ്ട്. കാലങ്ങളോളം വികസന മുരടിപ്പിൽ നട്ടം ചുറ്റിയ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ശാപമോക്ഷം ലഭിച്ചത് കിഫ്ബി പദ്ധതികളിൽ ഉൾപ്പെടുത്തി വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള ഇടത് സർക്കാരിന്റെ തീരുമാനത്തോടെ. 2013 കളമശ്ശേരി മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ നിന്ന് അന്നത്തെ സർക്കാർ ഏറ്റെടുക്കുന്നത്. 2016 അധികാരം ഏറ്റെടുത്ത LDF സർക്കാരാണ് കൈപിടിച്ചുയർത്തിയത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മാത്രമായി 285.31 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിക്കുന്നത്. 8 നിലകളിലായി 8.27 ലക്ഷം ചതുരശ്ര അടിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉടൻ പ്രവർത്തന സജ്ജമാകും. ഗൈനക്കോളജി, പീഡിയാട്രിക് ആൻഡ് പീഡിയാട്രിക് സർജറി, ഡെന്റൽ, ഫിസിക്കൽ മെഡിസിൻ, നെഫ്രോളജി, യൂറോളജി, ഗ്യാസ്ട്രോളജി, കാർഡിയോളജി, ന്യൂറോ മെഡിസിൻ, റേഡിയോളജി എന്നീ വിഭാഗങ്ങളും ഇവയുടെ IP, OP, ICU എന്നിവയും 14 ഓപ്പറേഷൻ തിയേറ്ററുകളും ഉൾപ്പെടുന്നതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. അതേപോലെ തന്നെയാണ് സഹകരണ മേഖലയിൽ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഏറ്റെടുത്ത കൊച്ചി മെഡിക്കൽ കോളേജ്. ഏറ്റെടുക്കേണ്ട പ്രഖ്യാപനമല്ലാതെ ഒരു സൗകര്യങ്ങളും പിന്നീട് ആ സ്ഥാപനത്തിനുണ്ടായിരുന്നില്ല. കിഫ്ബിയാണ് ആ സ്ഥാപനത്തിന് പുതിയ ജീവൻ നൽകിയത്. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഏകദേശം 290 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആധുനിക ഉപകരണങ്ങൾ, ചികിത്സാ ഉപകരണങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതും ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി പൊതുമേഖലയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ചികിത്സാ സംവിധാനം കൂടി മധ്യ കേരളത്തിന്, പ്രത്യേകിച്ചും എറണാകുളം ജില്ല സ്വകാര്യ ആശുപത്രികളുടെ കേന്ദ്രമാണെങ്കിൽ അവിടെ ഇത്തരമൊരു സൗകര്യം കൂടി ലഭ്യമാവുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര സംഭാവന നൽകുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരി മണ്ഡലത്തിൽ. 1971 സ്ഥാപിതമായ ബൃഹത് കലാലയം. പ്രതിവർഷം 1000-ഓളം പ്രഗത്ഭ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന ക്യാമ്പസ്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, വിവിധ സയൻസ് ഡിപ്പാർട്ട്മെന്റുകൾ, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് തുടങ്ങി നിരവധി പഠന കേന്ദ്രങ്ങൾ. 180 ഏക്കറിൽ പടർന്നു കിടക്കുന്ന വിശാലമായ ക്യാമ്പസ്. മികവിന്റെ കേന്ദ്രമായി കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്ന കുസാറ്റിന്റെ വികസന കുതിപ്പിന് ഉണർവേകിയത് കിഫ്ബി. സർവകലാശാലകളും സ്കൂളുകളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാൽ സമ്പന്നമാകണമെന്ന സർക്കാർ നിലപാട് കുസാറ്റിന്റെ വികസന മുന്നേറ്റത്തിലും പ്രകടം. ആധുനിക ലാബ് സംവിധാനങ്ങൾ, മികച്ച നിലവാരമുള്ള ഹോസ്റ്റലുകൾ, സെന്റർ ഓഫ് എക്സലൻസ്, അങ്ങനെ പോകുന്നു കുസാറ്റിൽ കിഫ്ബി വഴി സാധ്യമായ വികസന നേട്ടങ്ങൾ. ഒരു കലാലയത്തിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടി 300 കോടിയോളം വകയിരുത്തുന്നത് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരമുള്ളതാക്കി മാറ്റാനുള്ള ഇടതു നയത്തിന്റെ ഭാഗമായാണ് കിഫ്ബിയെ കുസാറ്റ് അടക്കമുള്ള കലാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കുന്നത്. കൊച്ചി സർവകലാശാലയിൽ 300 കോടി രൂപയോളമാണ് കിഫ്ബിയുടെ നിരവധി പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ലാബ് സംവിധാനം ഉൾപ്പെടെയുള്ളത്, വിദ്യാർത്ഥിനികൾക്കുള്ള ഇൻ്റർനാഷണൽ ഹോസ്റ്റൽ സംവിധാനം, സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന നിലയിൽ ന്യൂറോസിറ്റിക് സംവിധാനത്തിനകത്ത്, ന്യൂറോളജി സംവിധാനത്തിനകത്തുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ്, ഇതിനെല്ലാം കൂടി 300 കോടി രൂപയോളം ഒരു ക്യാമ്പസിന് വേണ്ടി ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയും അധികം വകയിരുത്തലാണ് കിഫ്ബി വഴി ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കുസാറ്റ് 2021 മുതൽ ആദ്യ 50-ൽ സ്ഥാനം നിലനിർത്തി വരുന്നുണ്ട്. ഇത് നിലനിർത്തി പോരാൻ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ദ്രുതവേഗത്തിൽ നടപ്പാക്കേണ്ടതുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുകയാണ് കിഫ്ബി. കളമശ്ശേരി മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വലിയ പിന്തുണയാണ് നൽകുന്നത്. കുന്നുകട, കരുമാലൂർ പഞ്ചായത്തുകളിൽ ജലക്ഷാമം രൂക്ഷമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് കിഫ്ബിയുടെ സഹായത്തോടെ സാധിച്ചു. 48 കോടി രൂപയാണ് കിഫ്ബി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചത്. അതേപോലെ തന്നെയാണ് കുന്നുകര, കരുമാലൂർ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നായിരുന്നു കുടിവെള്ളം. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടി 48 കോടി രൂപയോളം മാറ്റിവെച്ചു. അതിന് 2 ഭാഗങ്ങളിലെ ടെൻഡർ നടപടികൾക്ക് ഇപ്പോൾ പൂർത്തീകരണമായി. 3ാമത്തെ ടെൻഡർ കൂടി അംഗീകരിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിയും. വലിയ മാറ്റം അതുണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്ക് വേണ്ടിയും കിഫ്ബി വിഹിതം നൽകിയിട്ടുണ്ട്. പിന്നെ സ്കൂളുകൾക്ക് 5 കോടി, 3 കോടി, 1 കോടി രൂപ വെച്ച് നൽകിയിട്ടുള്ള പദ്ധതികൾ മണ്ഡലത്തിന് സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിന് ഏറെ സഹായകരമായിട്ടുണ്ട്. കളമശ്ശേരിയുടെ മാത്രമല്ല, കളമശ്ശേരിയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങൾക്ക് കൂടി സഹായകരമാകുന്ന കനാൽ റിജുവിനേഷൻ പദ്ധതി, അതിൽ എടപ്പള്ളി കനാലിൻ്റെ പ്രധാനപ്പെട്ട റിജുവിനേഷൻ്റെ പദ്ധതിയുടെ ഭാഗമായി DPR തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു. മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സീപോർട്ട് എയർപോർട്ട് റോഡ് ചരക്ക് നീക്കത്തിന്റെ പ്രധാന ഭാഗമാണ്. ഈ റോഡിന്റെ വികസനത്തിനും താങ്ങായി നിന്നത് കിഫ്ബി. അപ്പോൾ കിഫ്ബി ഒരു മേഖലയിലെ ജനജീവിതത്തെ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറ്റുമെന്ന് സഹായകരമാകുന്നു. പശ്ചാത്തല സൗകര്യ വികസനത്തിന് അത് ഉൾപ്പെടുന്നു. അതേപോലെ തന്നെയാണ് ഏറെക്കാലം കാത്തു കിടന്നിരുന്ന പദ്ധതിയാണ് സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ വികസനം. സീപോർട്ട് എയർപോർട്ട് റോഡ് എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡായി തന്നെയാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 4 നൂറ്റാണ്ടോളമായി അത് സ്തംഭനാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ കുരുക്കുകളാകെ അടിച്ച് സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി കിഫ്ബി പണം അനുവദിച്ചു കഴിഞ്ഞു. HMT NAD തർക്കങ്ങൾ കൂടി പൂർത്തീകരിച്ച് ആ സ്ഥലവും ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡ് പൂർത്തീകരിക്കുന്നതിനും കിഫ്ബിയുടെ പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. ഒരു ജനതയുടെ മുന്നേറ്റത്തിന്റെ സമസ്ത മേഖലകളിലും കിഫ്ബിയുടെ ഇടപെടൽ പ്രകടമാണ്. ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കിഫ്ബിക്ക് കഴിഞ്ഞു. നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ, ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇടപെടലാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട് മാറുകയാണ്. ആ മാറ്റത്തിന്റെ വേഗത ഇനിയും വർദ്ധിക്കുമെന്നാണ് കിഫ്ബി പദ്ധതികളുടെ വിജയം ചൂണ്ടിക്കാണിക്കുന്നത്.